പതിറ്റാണ്ടുകളായി ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്. നല്ല ലിറ്ററസി റേറ്റും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിക്കുമൊക്കെ പേരുകേട്ടതാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്ന നിലയിൽ അത്ര പേരുകേട്ട ഒരിടമായിട്ട് ഒരിക്കലും കേരളം ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ ഈ കാണുന്ന പ്രകൃതി ഭംഗിക്ക് പിന്നിലും കേരളം ഒരു വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിലേക്ക് പതുക്കെ തയ്യാറെടുക്കുകയാണ്. പുതിയൊരു ഗവൺമെന്റും പുതിയൊരു മിഷനും ഒക്കെ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി പവർ ഹൗസ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമവും കൂടി മുന്നിലേക്ക് വരാൻ പോകുന്നു. 2026-27 സ്റ്റേറ്റ് ബഡ്ജറ്റിൽ ഇതിന്റെ ഒരു സൂചനകൾ നമ്മൾ കണ്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാനും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രോത്സാഹിപ്പിക്കാനും വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടിയ ഒരു പുതിയ എക്കണോമിക് ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് കേരളം ചിന്തിക്കുന്നത്. ഒരു മാറ്റത്തിന് ഊർജ്ജം കൊടുക്കുന്നതിന് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പോലെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളാണ്. ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് സീനിൽ തന്നെ ഒരു വിപ്ലവം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഡീപ് സീ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് വിഴിഞ്ഞം. ഇതിന്റെ കൂടെ മേക്ക് ഇൻ കേരള പോലെയുള്ള സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സും ഇലക്ട്രോണിക്, ലൈഫ് സയൻസ്, റിന്യൂവബിൾ എനർജി പോലെയുള്ള സെക്ടറുകളിൽ ഹൈ വാല്യൂ ഇൻഡസ്ട്രീസിനെയും ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സിനെയും ആകർഷിക്കാൻ ഡിസൈൻ ചെയ്ത പോളിസികളും ഇതിന് പിന്നിലുണ്ട്. 2026 കേന്ദ്ര ബഡ്ജറ്റും ഗ്ലോബൽ ട്രേഡ് പോളിസികളിലെ മാറ്റങ്ങളും സ്വാധീനിച്ച ഒരു മാർക്കറ്റിൽ കമ്പനികൾ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ചില കമ്പനികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനവും നല്ല രീതിയിലുള്ള പ്രൊമോഷനും ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മുന്നിലേക്ക് കയറി വരാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറച്ച് കേരള കമ്പനികളെ നമുക്ക് ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. കുറേയേറെ കമ്പനികളാണ് ഒരു റവല്യൂഷന്റെ മുൻപന്തിയിലുള്ളത്. ഈ മാറുന്ന സാഹചര്യങ്ങളെ മുതലെടുത്ത് മുന്നോട്ട് പോകുന്ന കേരളത്തിൽ നിന്നുള്ള എഞ്ചിനുകളാണ് അവർ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഇൻഡസ്ട്രി ലീഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെയേറെ നല്ല സപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്റ്റേറ്റ്സിന്റെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പോളിസി 2023 ഇത് എന്റർപ്രീനർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുക, ഹൈടെക് ഇൻഡസ്ട്രീസിലേക്ക് മാറുക, ഇങ്ങനെ 7 തൂണുകളിൽ ഫോക്കസ് ചെയ്ത് ഒരു സ്ട്രോങ് എന്റർപ്രണറിയൽ എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ ലക്ഷ്യമിടുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുക എന്നത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം തന്നെയാണ്. 2026-27 ബഡ്ജറ്റിൽ IT പാർക്കുകൾ, കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് വലിയൊരു തുക നീക്കിവെച്ചിട്ടുമുണ്ട്. മിഷൻ 1000 പോലെയുള്ള സ്കീമുകളിലൂടെ ഗവൺമെന്റ് താഴെ തട്ടിലുള്ള ബിസിനസ്സുകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1000 മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ 4 വർഷത്തിനുള്ളിൽ ഏകദേശം 100 കോടി രൂപ ആവറേജ് വാർഷിക ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകളാക്കി മാറ്റാനാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവുകളൊക്കെ സെലക്ട് ചെയ്ത സംരംഭകർക്ക് 40% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി ഉൾപ്പെടുന്ന നിർണായകമായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നു. അപ്പോൾ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള പോളിസികൾ എന്നിവയെല്ലാം ചേർന്ന് ഗ്രോത്തിന് വലിയൊരു അവസരമൊരുക്കുന്ന കാലഘട്ടത്തിലൂടെ കേരളം കടന്നുപോവുകയാണ്. ഈ മൊമെന്റം മുതലെടുക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ഒരു സംരംഭത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഡിഫൻസിന്റെയും ഗ്രീൻ എനർജിയുടെയും ഒരു തരംഗം തന്നെ അവർ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഇൻഡസ്ട്രി ലീഡർ എല്ലാ അർത്ഥത്തിലും ഒരു ഭീമൻ കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ അഥവാ CSL. ഏകദേശം 42,614 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലുമായിട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് റിപ്പയർ യാർഡുകളിൽ ഒന്നാണ്. അതൊരു സ്ട്രാറ്റജിക് നാഷണൽ അസറ്റ് കൂടിയാണ് ഈ ഒരു കമ്പനി. ഇവിടുത്തെ ഗ്രോത്ത് സ്റ്റോറിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഡിഫൻസ് മോഡേണൈസേഷൻ, 2 ഗ്രീൻ ഷിപ്പിംഗിലേക്കുള്ള ഒരു ഗ്ലോബൽ ഷിപ്പ്. ഡിഫൻസ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവാണ് CSL. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ സ്ട്രെങ്ത് അതിന്റെ ഏറ്റവും വലിയ ഓർഡർ ബുക്കും ഗ്രീൻ ഷിപ്പിംഗ് ടെക്നോളജിയിലേക്കുള്ള അതിന്റെ ഒരു ലീഡർഷിപ്പുമാണ്. നേവൽ ഷിപ്പിംഗ് പ്രോജക്ടുകൾ CSL ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ സ്ട്രാറ്റജിയുടെ ഹൃദയഭാഗത്ത് നിലനിർത്തുകയാണ്. രണ്ടാമത്തെ ഡ്രൈവിംഗ് ഫാക്ടർ ഗ്രീൻ ടെക്നോളജിയിലുള്ള അതിന്റെ മുൻതൂക്കമാണ്. എക്കോ ഫ്രണ്ട്ലി കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ CSL ഒരു പയനീർ ആണ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിലേക്ക് നീങ്ങുമ്പോൾ CSL ഈ ഫീൽഡിൽ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ സ്റ്റേറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പുതിയ തലമുറ കപ്പലുകൾ നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനുമുള്ള CSLന്റെ കഴിവിനെ ഇനിയും ബൂസ്റ്റ് ചെയ്തേക്കും. അപ്പൊ ഇനി ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൈസ് ടു ഏർണിംഗ് അഥവാ PE റേഷ്യോ ഏകദേശം 59.9 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 15.8 ആണ്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് മൊമെന്റത്തിലാണ്. സ്റ്റോക്കിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 50 ലെവലിലാണുള്ളത്. ഏകദേശം 1605 ലെവലിലേക്ക് ഒരു ചെറിയ കറക്ഷൻ കിട്ടുകയാണെങ്കിൽ 2027 ഫിനാൻഷ്യൽ ഇയറിലേക്ക് പ്രതീക്ഷിക്കാവുന്ന 2100 മുകളിലേക്കുള്ള ഒരു ടാർഗറ്റിലേക്ക് ഒരു നല്ല എൻട്രി പോയിന്റ് കിട്ടാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ 1600 സപ്പോർട്ടും 1920 ഒരു റെസിസ്റ്റൻസുമാണ്.
അപ്പോൾ ഈ ഒരു കേരള സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. മറക്കരുത്, എല്ലാ ആഴ്ചയും ഇന്ത്യൻ എക്കണോമിയുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്ന കമ്പനികളെയും ഇൻഡസ്ട്രികളെയും കുറിച്ച് കൃത്യമായി പഠിച്ച് നല്ല വ്യക്തതയുള്ള വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. സാമ്പത്തിക രംഗത്തെ അതികായം ഫെഡറൽ ബാങ്കും മുത്തൂറ്റ് ഫിനാൻസ്. കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പിന് ഒരു ഹെവി ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന പുതിയ തലമുറ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഇതിന് പവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് എടുത്തു പറയേണ്ടത്, ഫെഡറൽ ബാങ്കും മുത്തൂറ്റ് ഫിനാൻസും. ഫെഡറൽ ബാങ്ക് ഏകദേശം 68,895 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഡിജിറ്റൽ ഇന്നോവേഷന്റെയും മെച്ചപ്പെട്ട അസറ്റ് ക്വാളിറ്റിയുടെയും കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറിയിരിക്കുകയാണ് കമ്പനി. അതിന്റെ പ്രധാന ശക്തി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും അസറ്റ് ക്വാളിറ്റിയിലുള്ള സ്ഥിരമായിട്ടുള്ള മെച്ചപ്പെടുത്തലുമാണ്. ഇത് MSME-കളെ സപ്പോർട്ട് ചെയ്യാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളുമായിട്ട് നന്നായിട്ട് വളരെ നല്ല രീതിയിൽ യോജിച്ചു പോകുന്നുണ്ട്. ഫണ്ടമെന്റൽസ് നോക്കിയാൽ ബാങ്കിന് 15.8 PE റേഷ്യോയും 11.6% റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഉണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലാണെങ്കിലും ഇപ്പോൾ 280 ലെവലിൽ ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ ശ്രദ്ധയോടെ വാച്ച് ചെയ്യുക. ഹൈ വോളിയത്തിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഫോം ആയേക്കാം. തീർച്ചയായിട്ടും അതൊരു ഷോർട്ട് ടൈം കറക്ഷൻ കാരണമായേക്കാം. പക്ഷേ അപ്പോഴത്തെ സപ്പോർട്ട് ലെവൽ 259 ആണ്. തീർച്ചയായിട്ടും അവിടെ നല്ലൊരു എൻട്രി പോയിന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഇന്ത്യയിലെ ഗോൾഡ് ലോൺ സെഗ്മെന്റിലെ കിങ് എന്ന് തന്നെ പറയാവുന്ന മുത്തൂറ്റ് ഫിനാൻസ്. കൊച്ചിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് മുത്തൂറ്റ് ഏകദേശം 1,40,729 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ഫിനാൻഷ്യൽ എംപയർ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രോങ് ഗോൾഡ് ഹോൾഡിംഗും ഉയർന്ന ക്യാപിറ്റൽ അഡിക്വസിയുമാണ്. കമ്പനിയുടെ ഫണ്ടമെന്റൽ വളരെ സ്ട്രോങ് ആണ്. PE റേഷ്യോ 16.2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 19.6. ടെക്നിക്കലി നല്ല ഏർണിംഗ്സ് വന്നിട്ടും സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് സൈഡ് വേസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. നിലവിൽ ഇത് അതിന്റെ ഒരു ഫെയർ വാല്യൂവിന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സപ്പോർട്ട് 3,150-ലും റെസിസ്റ്റൻസ് 3,570-ലുമാണ് ഇമീഡിയറ്റ് ആയിട്ട് കാണുന്നത്. 3,600-ന് മുകളിലുള്ള ഒരു ഡിസൈസീവ് ബ്രേക്ക് 4,000 ടാർഗറ്റിലേക്കുള്ള ഒരു പുതിയ റാലി കൊണ്ടെത്തിച്ചേക്കാം എന്ന് കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് കടക്കാം. ഉപഭോക്തൃ വിപണിയിലെ ശക്തി കേന്ദ്രങ്ങൾ കല്യാൺ ജുവല്ലേഴ്സും V-Guard ഇൻഡസ്ട്രീസും. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ സെക്ടറുകൾ വളരുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് എഫക്ട് കൺസ്യൂമർ ഡിമാൻഡിലും കാണാൻ പറ്റും. കേരളം ബേസ് ആയിട്ടുള്ള രണ്ട് കമ്പനികൾ ഒരു സ്പെൻഡിംഗ് പവർ ക്യാപ്ചർ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. കല്യാൺ ജുവല്ലേഴ്സും V-Guard ഇൻഡസ്ട്രീസും അതിന് വളരെ നല്ല ഉദാഹരണങ്ങളാണ്. അതുമായിട്ട് കല്യാൺ ജുവല്ലേഴ്സ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ തുടങ്ങി ഇത് ഏകദേശം 36,291 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ഗ്ലോബൽ ജ്വല്ലറി ഭീമനായിട്ട് കമ്പനി മാറിയിരിക്കുകയാണ്. അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം 2026 ഫിനാൻഷ്യൽ ഇയറിലെ 4ാം ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 118% പ്രോഫിറ്റ് ഗ്രോത്ത് നേടി എന്നുള്ളതാണ്. ഈ ഗ്രോത്ത് ഒരു അഗ്രസീവ് എക്സ്പാൻഷൻ സ്ട്രാറ്റജിയുടെ റിസൾട്ടാണ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ 26.4 PE റേഷ്യോയും 24.8 റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കാണപ്പെടുന്നുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് ഹൈ വോളറ്റാലിറ്റിക്ക് വളരെ പേര് കേട്ടതാണ്. നിഫ്റ്റിയേക്കാൾ ഏകദേശം 2.7% തന്നെ ഫ്ലക്ച്വേഷൻ സാധ്യതകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അഗ്രസീവ് ട്രേഡേഴ്സിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. അടുത്ത കാലത്ത് നടന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം ഏപ്രിലിലെ ആ ഒരു ഹൈ ലെവലിൽ നിന്ന് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. പ്രധാന സപ്പോർട്ട് 365-ലും റെസിസ്റ്റൻസ് 415-ലുമാണ്. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്റ്റോക്ക് ഗോൾഡ് പ്രൈസ് മാറ്റങ്ങളോട് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത്രയുമാണ് കല്യാൺ ജുവലേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ്. ഇനി അവസാനമായിട്ട് നമുക്ക് V-Guard ഇൻഡസ്ട്രീസിനെ കുറിച്ച് സംസാരിക്കാം. കൊച്ചി ആസ്ഥാനമായിട്ടുള്ള കമ്പനി കൺസ്യൂമർ ഇലക്ട്രിക് രംഗത്ത് ഏകദേശം 14,240 കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. സൗത്ത് ഇന്ത്യയിലെ ഡീപ് മാർക്കറ്റ് പെനട്രേഷനും നോർത്ത് ഇന്ത്യയിലേക്കും പ്രീമിയം സെഗ്മെന്റുകളിലേക്കുമുള്ള സ്ട്രാറ്റജിക് എക്സ്പാൻഷനുമാണ് കമ്പനിയുടെ ശക്തി. V-Guardന്റെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ 51.9 PE റേഷ്യോയും 13% റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഉണ്ട്. കുറച്ച് സ്ലോ ആയിരുന്ന 2025 ശേഷം സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഇയർലി റിക്കവറിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. 4ാം ക്വാർട്ടറിലെ പ്രോഫിറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനവ് വന്നിട്ടുണ്ട്. പുതിയ ബൈയിങ് ഇൻട്രസ്റ്റുകളും കാണിക്കുന്നുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് അതിന്റെ 200-day മൂവിംഗ് ആവറേജ് എന്ന പ്രധാനപ്പെട്ട ലോങ് ടൈം ഇൻഡിക്കേറ്റർ മറികടക്കാൻ ശ്രമിക്കുകയാണ്. 330 മാർക്കിന് മുകളിലുള്ള ഒരു സ്റ്റേബിൾ ക്ലോസിംഗ് ഒരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യും. ഇപ്പോഴത്തെ സപ്പോർട്ട് 290-ലും റെസിസ്റ്റൻസ് 345-ലുമാണ്. അപ്പോൾ കേരള സ്റ്റോക്കുകളെ പറ്റിയുള്ള നമ്മുടെ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് കടക്കാം. പഴയ കാഴ്ചപ്പാടുകൾ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഇമേജിൽ നിന്ന് കൂടുതൽ വൈബ്രന്റും അംബീഷൻസുമുള്ള ഒരു എക്കണോമിക് പവർ ഹൗസ് ആയിട്ട് കേരളം മാറുകയാണ്. പിടിച്ചം പോർട്ട് പോലെയുള്ള മെഗാ പ്രോജക്ടുകളും ടാർഗറ്റഡ് ഇൻഡസ്ട്രിയൽ പോളിസികളും ചേർന്ന് ഗവൺമെന്റിന്റെ സ്ട്രാറ്റജിക് വിഷൻ ഗ്രോത്തിന് പറ്റിയ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കമ്പനികളായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഫെഡറൽ ബാങ്ക്, മുത്തൂറ്റ് ഫിനാൻസ്, കല്യാൺ ജുവലേഴ്സ്, V-Guard ഇൻഡസ്ട്രീസ് ഇവ ഈ ഒരു മാറ്റത്തിന്റെ വെറും ബെനിഫിഷ്യറികൾ മാത്രമല്ല, അവരാണ് കേരള പോർട്ട്ഫോളിയോയുടെ 5 തൂണുകളായിട്ട് ഇനി മുന്നിലേക്ക് വരുന്നത്. ഫിനാൻഷ്യൽ സെക്ടറിലെ സെലിബ്രിറ്റിയും ഹൈ ഗ്രോത്ത് മാനുഫാക്ചറിംഗ് കൺസ്യൂമർ പവറും ഇത്
ബാലൻസ് ചെയ്യുന്നു. അവർ കേരളത്തിന്റെ എക്കണോമിയുടെ പുതിയ മുഖത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗ്ലോബലി കോമ്പറ്റീറ്റീവായ, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ, ജനങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മുഖം തരുന്ന കുറച്ച് കമ്പനികളാണ് ഇവയൊക്കെ. രാജ്യത്തിന്റെ ഡിഫൻസ് ബിൽഡ് ചെയ്യുന്നത് മുതൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ചെറിയ സ്വപ്നങ്ങൾക്ക് ഫണ്ട് നൽകുന്നവരെ, ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് മുതൽ മോഡേൺ വീടുകൾക്ക് പവർ നൽകുന്നത് വരെ കേരളത്തിന്റെ വളർച്ചയുടെ അടുത്ത ചാപ്റ്റർ എഴുതുന്നത് ഈ കമ്പനികളൊക്കെയാണ്. ഫണ്ടമെന്റൽ സ്ട്രോങ് ആണ്, മൊമെന്റം ബിൽഡായി വരുന്നുണ്ട്. അവരുടെ വളർച്ച ഇൻഡസ്ട്രിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും വാതിൽ തുറന്നു വെക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ തെളിവായുമാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി കമന്റായിട്ട് അറിയിക്കുക. ഗ്രോത്തിന് റെഡിയായി നിൽക്കുന്ന മറ്റ് കമ്പനികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികളായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.